പ്രയർ കോൾ വർക്ക് ഏകദേശം സെപ്റ്റംബർ ഈ മാസം 11 തുടങ്ങിയതാണ്. ഏകദേശം 11-12 ദിവസമായി ഓൺ വർക്കാണ്. നാളെ മുതൽ തുടങ്ങും. ഈ ആഴ്ചത്തെ വൈകുന്നേരം രാവിലെ 6 മണി 5:30 ആകുമ്പോൾ എണീക്കണം. ഈ പറഞ്ഞ പോലെ ബുക്കൊക്കെ എടുത്തു വെച്ച് അത് റീഡ് ചെയ്യണം. റീഡിങ് എന്ന് പറയുന്നത് വളരെ സ്ലോയിൽ, വളരെ സൗമ്യമായി, നല്ല ശബ്ദത്തിൽ വായിക്കാൻ പറ്റണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. പിന്നെ അടിസ്ഥാനപരമായിട്ട് മിനിമം ഒരു സോബറിറ്റി വേണം. നമുക്ക് കള്ളത്തരം കാണിച്ച് ഒരിക്കലും അതിൽ പോയിരിക്കാൻ പറ്റില്ല. അതായത് വേറെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടോ, ഈ ഒബ്ജക്റ്റിഫൈ ഫാൻറ്റസൈസ് ഒക്കെ ചെയ്തിട്ടോ, അക്കൗണ്ട് അനൗൺസ് ചെയ്യാതെയോ, അക്കൗണ്ട് അനൗൺസ് ചെയ്യുന്നതൊക്കെ ഒരു പ്രശ്നകരമായ കാര്യമാണ്. അപ്പോൾ അതൊക്കെ അനൗൺസ് ചെയ്യാതെ അങ്ങനെ വെറുതെ പോയി ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അപ്പോൾ കുറച്ച് വ്യക്തിത്വത്തിൽ മാറ്റം വരുത്തണം ഈ ജോലി ചെയ്യണമെങ്കിൽ. അതായത് പ്രയർ കോളിലെ ഒരു സേവകനായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ, മീറ്റിങ്സ് റൺ ചെയ്യണമെങ്കിൽ, ചൊവ്വ മുതൽ വെള്ളി വരെ മീറ്റിങ്സ് റൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ. പക്ഷേ 10 ദിവസത്തിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മൈൻഡ് ഒരു റിലാപ്സിൽ നിന്ന് ഓവർകം ചെയ്യുന്നത് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കുറേ കൂടി ടോളറൻസ് എൻ്റെ ശരീരത്തിന് തന്നെ സംഭവിച്ചു. കാര്യം ഒരു സേവനം ചെയ്യുമ്പോൾ, ഓരോ സേവനം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എന്തോ രീതിയിൽ അപ്ലിഫ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതൊരു ദൈവത്തിൻ്റെ ഒരു പിടിച്ചുകയറ്റമാണോ എന്താണെന്ന് അറിയില്ല. നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അപ്ലിഫ്റ്റഡ് ആവുന്നുണ്ട്. വ്യക്തിത്വത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുറച്ച് ആത്മവിശ്വാസം വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഇതാണ്. പക്ഷേ ഏറ്റവും അധികം വേണ്ടത് അച്ചടക്കമാണ്. അച്ചടക്കം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രവൃത്തി തന്നെ പോയി. സമയത്തിനെത്തുക, സത്യസന്ധനായിരിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ അബ്സല്യൂട്ട് പെർഫെക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് നമ്മളോട് ഈ പറഞ്ഞ പോലെ മേഴ്സി ഉണ്ടാകാം. അതിനത്ര പക്ഷെ എങ്കിലും നമ്മൾ പരമാവധി സത്യസന്ധനായിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ച് ഈ ഗ്രൂപ്പിലേക്കൊക്കെ വരാം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ആ ഗ്രൂപ്പിലൊരു സിസ്റ്റം ഉണ്ടാവാം, ഒരു ഹെയറാർക്കി ഉണ്ടാവാം. അതിനൊക്കെ അനുസരിച്ച് പോവുക. കാര്യം ആവശ്യം എൻ്റെയാണ്. ഫോൺ അഡിക്ഷനിൽ നിന്ന് മാറി നിൽക്കുക, അതിന് എന്ത് വഴിയും സ്വീകരിക്കുക, സേവനം ചെയ്യുകയോ എന്താണ് സ്വീകരിക്കുക എന്നുള്ള ആവശ്യം എൻ്റെയാണ്. അപ്പം ഞാൻ വ്യക്തമായ രീതിയിൽ സേവനം ചെയ്ത് എനിക്കതിൻ്റെ ഫലം കിട്ടും. അത് വേറെ മറ്റൊരാൾ എനിക്ക് ഇത് ചെയ്യുന്നതിൻ്റെ കാര്യമില്ല. ആളുകളെ അംഗീകരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ കേട്ടിരിക്കുക, അത് അവരോട് ദേഷ്യപ്പെട്ട് അവരെ പഠിപ്പിക്കാൻ പോകാതിരിക്കുക, വയ്യ എന്ന് പറഞ്ഞാൽ വിട്ട് നിൽക്കാതിരിക്കുക, മടി കാണിക്കുക, ന്യായങ്ങൾ പറഞ്ഞ് ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക, പിന്നെ അടിസ്ഥാനപരമായിട്ട് സോബറാവാതെ പ്രയർ കോളിൽ പങ്കെടുക്കുക. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യരുതെന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം നാളെ ഇത് ചെയ്യാൻ സാധിക്കും. ഇത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് എത്രത്തോളം നാളെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു, അത്രത്തോളം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. എല്ലാ സമയത്തും അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഇതൊരു വർക്കിംഗ് പ്രോഗ്രാമാണ്. എൻ്റെ ജീവിതത്തിൽ പരമപ്രധാനമായ ഒരു ആസക്തിയാണ് പ്രേമാസക്തിയും കാമാസക്തിയൊക്കെ. അപ്പോൾ അതിൽ ഓവർകം ചെയ്യാൻ ഞാൻ ഓരോ തവണ റീഡ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതിന് കുറച്ച് എഫേർട്ട് ഉണ്ട്, അതിന് കുറച്ച് ഫോക്കസ് വേണം, അതിന് കുറച്ച് പർപ്പസ് ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് പ്രിയോറിറ്റി ആയിട്ട് എടുക്കുക തന്നെ വേണം. മറ്റൊരാൾ എന്ത് പറഞ്ഞാലും രാവിലത്തെ 6 മണിയിലത്തെ അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കടമാറ്റി നിർവഹിച്ച് പോയാൽ കണ്ണിൽ കൊള്ളാവുന്നത് പെരുവത്ത് കൊണ്ടുപോകും. ജീവിതത്തിൽ ഒരു പക്ഷേ എനിക്ക് എന്നെ കാത്തിരിക്കുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കാം. പക്ഷേ ആ ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ തീർച്ചയായിട്ടും ഈ മീറ്റിങ്സ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ, സേവനം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ദൈവമുണ്ട് ഈ പ്രോഗ്രാം എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 15 ദിവസമായി, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ ഇതൊരു സ്ലിപ്പോ ഒന്നും വരുത്തിയിട്ടില്ല. അത് വരുത്താൻ പാടില്ല. കാരണം വരുത്തിയാൽ ഫയർ ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നല്ല കാര്യമാണ്. കാര്യം അച്ചടക്കം അത് വളരെ പ്രധാനമാണ്. ഇപ്പം എനിക്കൊരു വില്ലിങ്നെസ്, എൻ്റെ ജീവിതത്തിലെ പ്രധാന ഭാഗമാണ് എൻ്റെ ആസക്തിയിൽ നിന്നുള്ള റിക്കവറി. അല്ലെങ്കിൽ ഞാൻ അവരുടെ സമയത്തിനെക്കൊണ്ട് കാര്യമില്ല.
അപ്പം അതിൻ്റെ സൈക്കോളജി സിമ്പിളല്ല. ഞാൻ എൻ്റെ ഇതിൽ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമല്ല ആസക്തിയെങ്കിൽ ഞാനവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു സൈഡ് ഗെയിം പോലെ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ വരുന്ന പ്രോഗ്രാം പോലെ അങ്ങനെയല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പ്രോഗ്രാമായിട്ട് അതിനെ എടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ ഓരോ മീറ്റിങ്സും ഓരോ ഇത് പ്രവർത്തന മണ്ഡലങ്ങൾ പോലെ കണ്ടെടുത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കും.